തെലുങ്ക് സൂപ്പർ താരങ്ങളായ വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും ഫെബ്രുവരി 26-നാണ് ഉദയ്പൂരിൽ വെച്ച് വിവാഹിതരായത്. ആ വാർത്ത സിനിമാ ലോകവും ആരാധകരും മുഴുവൻ ഏറെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. വിവാഹശേഷം ഇരുവരും ഹൈദരാബാദിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഇരുവരും തെലങ്കാനയിലെ തൊമ്മൻപേട്ടയിലുള്ള തങ്ങളുടെ പുതിയ വീട്ടിലേക്ക് ഗൃഹപ്രവേശനം കഴിഞ്ഞ് പ്രവേശിച്ചിരിക്കുകയാണ്. തുമ്മൻപേട്ടിൽ 5000-ലധികം സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലാണ് മനോഹരമായ ഈ ഫാം ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലുള്ള ആഡംബര ബംഗ്ലാവിന് പുറമെയാണ് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ പുതിയ വസതി വിജയ് ദേവരകൊണ്ട തന്റെ പ്രിയപ്പെട്ടവൾക്കായി പണി കഴിപ്പിച്ചത്. ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ ആഡംബര ബംഗ്ലാവിലാണ് താരങ്ങൾ സ്ഥിരമായി താമസിക്കുകയെങ്കിലും അവധിക്കാലം ആഘോഷിക്കാനും ഇരുവരും ഒന്നിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങൾ ചെലവഴിക്കാനും ഫാം ഹൗസിലേക്ക് തന്നെയാണ് എത്തുക. തങ്ങളുടെ കുടുംബത്തിലെ ഐശ്വര്യത്തിനായി വിവാഹശേഷം നവദമ്പതികൾ ഈ വീട്ടിൽ വെച്ചാണ് ആദ്യമായി സത്യനാരായണ പൂജയും ഗൃഹപ്രവേശനവും നടത്തിയത്. ഇരുവരും ഈ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ ആവേശത്തോടെയാണ് ഗ്രാമീണർ പാട്ടും നൃത്തവും പരമ്പരാഗത ആരതിയുമൊക്കെയായി നവദമ്പതികളെ സ്വീകരിച്ചത്. ശരിക്കും ഒരു കല്യാണ ചടങ്ങ് പോലെ തന്നെയായിരുന്നു ഇത്. മഹബൂബ് നഗർ ജില്ലയിലെ താരങ്ങളുടെ ഈ പുതിയ വസതി അതിമനോഹരമായി തന്നെ അലങ്കരിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ പുതിയ വീട്ടിലേക്കെത്തിയ വിജയിയെയും രശ്മികയെയും ഗ്രാമവാസികൾ വലിയ കരഘോഷങ്ങളോടെയാണ് വരവേറ്റത്. പരമ്പരാഗതമായ വാദ്യമേളങ്ങളും നാടൻ നൃത്തങ്ങളുമായി ഗ്രാമം മുഴുവൻ ഒരു ഉത്സവ ഛായയിൽ തന്നെയായിരുന്നു. അങ്ങനെയാണ് ഗ്രാമവാസികൾ ഇരുവരുടെയും സന്തോഷത്തിൽ പങ്കുചേർന്നത്. ഗൃഹപ്രവേശനത്തിൻ്റെ ഭാഗമായി ഗ്രാമവാസികൾക്കും ആരാധകർക്കുമായി ഏകദേശം 2000 പേർക്ക് വിജയ് വിപുലമായ വിവാഹ സദ്യയും ഒരുക്കിയിരുന്നു. ഫാം ഹൗസിൻ്റെ ഗൃഹപ്രവേശനത്തിനായി പൂക്കളും വൈദ്യുത ദീപങ്ങളും കൊണ്ട് വീട് അതീവ സുന്ദരമായിട്ടാണ് അലങ്കരിച്ചിരുന്നത്. ഗൃഹപ്രവേശന ചടങ്ങിൽ താരദമ്പതികൾ എത്തിയ വേഷങ്ങളും ധരിച്ച ആഭരണങ്ങളും ശ്രദ്ധ നേടുകയും ചെയ്തു. വിജയ് പച്ചയും വെള്ളയും കലർന്ന കുർത്ത ധരിച്ചപ്പോൾ രശ്മിക ചാരനിറത്തിലുള്ള സാരിയും സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞാണ് എത്തിയത്. വിജയിയുടെ അമ്മ മാധവിയാണ് ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം നൽകിയത്. രശ്മികയുടെ സഹോദരി ഷിമൻ മന്ദാനയും വിജയിയുടെ സഹോദരൻ ആനന്ദ് ദേവരകൊണ്ടയും ചടങ്ങുകളിൽ സജീവമായി പങ്കെടുത്തു. പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ സത്യനാരായണ വ്രതത്തിന് ശേഷം അതിഥികൾക്കായി പ്രത്യേക പന്തലുകളും ക്രമീകരിച്ചിരുന്നു. വിവാഹശേഷം വിവിധ നഗരങ്ങളിൽ അന്നദാനവും മധുരപലഹാര വിതരണവും നടത്തിയ ദമ്പതികൾ തങ്ങളുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങളും ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട്. മാർച്ച് 4-ാം തീയതി ഹൈദരാബാദിൽ വെച്ച് സിനിമ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർക്കായി വിപുലമായ വിവാഹ റിസപ്ഷനും ഒരുക്കിയിട്ടുണ്ട്. താരദമ്പതികളുടെ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.